നമസ്കാരം. ദേവസൈനിയിലേക്കും ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഭാഗം 6ലേക്കും ഏവർക്കും സ്വാഗതം. ഇങ്ങനെയിരുന്ന കാലത്ത് ഒരിക്കൽ കായംകുളത്ത് രാജാവ് സ്വാമി ദർശനത്തിനും കാര്യങ്ങളെല്ലാം ശരിയായി നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനുമായി വീണ്ടും ശാസ്താംകോട്ടയിൽ വന്നു. അദ്ദേഹം മഞ്ചലിൽ വന്ന് പന്തളത്ത് രാജാവും രാജ്ഞിയും താമസിച്ചിരുന്ന കൊട്ടാരത്തിലാണ് ഇറങ്ങിയത്. പന്തളത്ത് രാജാവും രാജ്ഞിയും കുളിയും സ്വാമി ദർശനവും കഴിഞ്ഞ് കൊട്ടാരത്തിൽ വന്ന സമയത്തായിരുന്നു കായംകുളത്ത് രാജാവിന്റെ വരവ്. അതിനാൽ അകമ്പടിക്കാരായ കുരങ്ങന്മാർ അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കായംകുളത്ത് രാജാവ് മഞ്ചലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ വാനര വീരന്മാർ രാജാവിനെ താണു തൊഴുതിട്ട് കൈകെട്ടി വായ്പൊത്തി വളരെ ആദരവോടും ഭക്തിയോടും കൂടി നിരന്നു നിന്നു. ഇത് കണ്ടിട്ട് കായംകുളത്ത് രാജാവ്, ഇത് നല്ല നേരം പോക്ക് തന്നെ, ഇവർ മഹായോഗ്യന്മാരാണെന്ന് തോന്നുന്നുവല്ലോ എന്ന് പറഞ്ഞു ചിരിച്ചു. അപ്പോൾ പന്തളത്ത് രാജാവ്, അതെ, അവർ യോഗ്യന്മാർ തന്നെയാണ്. ഇവരുടെ ദിവ്യത്വം ഒട്ടും ചില്ലറയല്ല. അവർ സ്വാമിയുടെ ആളുകളാണ്. അവർക്ക് ദിവസം തോറും പതിവായി 6.25 ഇടങ്ങഴി അരിയുടെ ചോറ് ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കുന്നതിന് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. കായംകുളത്ത് രാജാവ് സ്വൽപ്പം വിശ്രമിച്ചതിന്റെ ശേഷം കുളിക്കാനായി കടവിലേക്ക് പോയി. അകമ്പടിയായി കുരങ്ങന്മാരും പോയി. രാജാവിന് തേച്ചുകുളിയായിരുന്നതിനാൽ കൈവിരലിൽ കിടന്ന രത്നഖചിതമായ മോതിരമൂരി കടവിൽ ഒരു കല്ലിന്മേൽ വെച്ചിട്ട് എണ്ണ തേച്ച് രാജഭൃത്യന്മാർ രാജാവിനെ കുളിപ്പിച്ചു കൊണ്ടുനിന്ന സമയം ഒരു പരുന്ത് ആ മോതിരത്തിൽ പതിച്ചിരുന്ന രത്നത്തിന്റെ ശോഭ കണ്ടു വല്ല ഭക്ഷണ സാധനവുമായിരിക്കുമെന്ന് വിചാരിച്ചിട്ടോ എന്തോ പെട്ടെന്ന് പറന്നു വന്ന് ആ മോതിരം റാഞ്ചിക്കൊണ്ടുപോയി. ഇത് കണ്ട രാജഭൃത്യന്മാർ, അയ്യോ, തിരുവാഴി കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. ആ മോതിരം വളരെ വില കൂടിയതായിരുന്നതിനാൽ അത് പോയത് കൊണ്ട് രാജാവിനും അത്യധികമായ മനസ്താപമുണ്ടായി. എങ്കിലും ഗംഭീരമാനസനായ അദ്ദേഹം അത് പുറത്തു കാണിച്ചില്ല. അദ്ദേഹം കുളിച്ചു ക്ഷേത്രത്തിൽ പോയി ദർശനം കഴിഞ്ഞു കൊട്ടാരത്തിലേക്ക് പോയി. ആ സമയത്തും കുരങ്ങന്മാരുടെ അകമ്പടി ഉണ്ടായിരുന്നു. എങ്കിലും അവരിൽ തലവനായ ഒരു വലിയ കുരങ്ങൻ അപ്പോൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. രാജാവ് കൊട്ടാരത്തിലെത്തിയപ്പോഴേക്കും യൂഥനാഥനായ ആ വാനരവീരൻ മോതിരം തട്ടിക്കൊണ്ടുപോയ ആ പരുന്തിനെ അടിച്ചു കൊന്ന് പിടിച്ചു വലിച്ച് അവിടെ കൊണ്ടു ചെല്ലുകയും പരുന്തിന്റെ നഖത്തിൽ കോർത്തിരുന്ന മോതിരം എടുത്ത് രാജാവിന്റെ മുൻപിൽ വെച്ച് വന്ദിക്കുകയും ചെയ്തു. അത് കണ്ട് കായംകുളത്ത് രാജാവ് വളരെ സന്തോഷിക്കുകയും തലവനായ വാനരവീരന് സുഗ്രീവൻ എന്നൊരു പേര് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഉടനെ കുരങ്ങന്മാരെല്ലാം രാജാവിനെ വീണ്ടും വന്ദിച്ചിട്ട് കിഴക്കേ നടയിലേക്കും കായംകുളത്ത് രാജാവ് പന്തളത്ത് രാജാവിനോട് കൂടി ഊണ് കഴിക്കാൻ അകത്തേക്കും പോയി. രാജാക്കന്മാർ ഊണ് കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ കുരങ്ങന്മാരെ കാണായികയാൽ കുരങ്ങന്മാർ ഊണ് കഴിഞ്ഞാൽ അവരുടെ സന്തോഷത്തെ ചില ശബ്ദങ്ങൾ കൊണ്ട് അറിയിക്കാനായി ഇവിടെ വരാറുണ്ടായിരുന്നു. ഇന്ന് അവരെ കാണാഞ്ഞത് എന്താണാവോ എന്ന് പന്തളത്ത് രാജാവ് പറഞ്ഞു. അപ്പോൾ ക്ഷേത്രസന്നിധിയിൽ കുരങ്ങന്മാരുടെ കളകള ശബ്ദം ഉച്ചത്തിൽ കേൾക്കയാൽ അവിടെ ഇന്ന് എന്തോ വിശേഷമുണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, എന്താണെന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് പന്തളത്ത് രാജാവ് അങ്ങോട്ട് പുറപ്പെട്ടു. അദ്ദേഹത്തോടു കൂടി കായംകുളത്ത് രാജാവും പോയി. രാജാക്കന്മാർ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും സുഗ്രീവാദികൾ അവർക്ക് കൊടുത്ത ചോറ് പാത്രത്തോടു കൂടി പിടിച്ചു വലിച്ചു കൊണ്ടു ക്ഷേത്രത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്കുള്ള വഴിയിലോളം എത്തിയിരുന്നു. അവർ എന്താണ് ചെയ്യാൻ ഭാവിക്കുന്നതെന്നറിയാനായി രാജാക്കന്മാർ ആ വഴിയിൽ തന്നെ നോക്കിക്കൊണ്ടു നിന്നു. കുരങ്ങന്മാർ ആ പാത്രം പിടിച്ചു വലിച്ച് കായംകുളത്ത് രാജാവിന്റെ മുൻപിൽ കൊണ്ടു ചെന്ന് വെച്ചിട്ട് സുഗ്രീവൻ ആ പാത്രത്തിലുണ്ടായിരുന്ന ചോറും ഓരോ കുരങ്ങന്മാരെയും അവരുടെ വയറും തൊട്ട് കാണിച്ചുകൊണ്ട് ദുഃഖഭാവത്തോടുകൂടി രാജാവിന്റെ നേരെ നോക്കി. ബുദ്ധിമാനായ കായംകുളത്ത് രാജാവിന് കാര്യം മനസ്സിലായി. അദ്ദേഹം സുഗ്രീവനോട്, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഈ ചോറ് കൊണ്ട് മതിയാകുന്നില്ല അല്ലേ എന്ന് ചോദിച്ചു. കാര്യം അത് തന്നെ എന്ന് സുഗ്രീവൻ ആംഗ്യം കാണിച്ചു. ആട്ടെ, ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടി ഊണ് കഴിച്ചിട്ട് കൊട്ടാരത്തിൽ വരുവിൻ, സമാധാനമുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് കായംകുളത്ത് രാജാവ് പന്തളത്ത് രാജാവിനോട് കൂടി കൊട്ടാരത്തിലേക്ക് പോയി. ഊണ് കഴിച്ചുകൊണ്ട് സുഗ്രീവ പ്രഭൃതികളും അവിടെ ഹാജരായി വണക്കത്തോടുകൂടി അണിനിരന്നു നിന്നു. കായംകുളത്ത് രാജാവ് നാളികേരം, ശർക്കര, പഴം മുതലായവ വരുത്തി അവർക്ക് ധാരാളമായി കൊടുത്തിട്ട് പ്രതിദിനം അവർക്ക് 3 പറ അരിയുടെ ചോറുകൂടി കൊടുത്തുകൊള്ളുന്നതിന് കൽപ്പന കൊടുക്കുകയും അപ്രകാരം കൽപ്പിച്ചനുവദിച്ചിരിക്കുന്നതായി ഒരു ചെമ്പു തകിടിൽ എഴുതിച്ച് തുല്യം ചാർത്തി സുഗ്രീവന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. കുരങ്ങന്മാർ ഒരു സന്തോഷ ശബ്ദം പുറപ്പെടുവിച്ചിട്ട്
രാജാവിനെ വീണ്ടും വന്ദിച്ചുകൊണ്ട് നാലുപുറത്തേക്കും പാഞ്ഞു പോവുകയും അടുത്ത ദിവസം മുതൽ ദേവസ്വം പടിത്തരത്തിൽ ചേർത്ത് അവർക്ക് 3 പറ 6.25 ഇടങ്ങഴി അരിയുടെ ചോറ് വീതം കൊടുത്തു തുടങ്ങുകയും ചെയ്തു.